നിധിയാക്കും ഭൂതം എന്ന് പറയുമ്പോൾ അത് ഈ പെട്ടി വർഷങ്ങളായിട്ട് എൻ്റെ റൂമിൻ്റെ മൂലക്കിരിക്കുകയാണ്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ തുറക്കാതിരുന്ന ഈ പെട്ടി അവസാനം ഇന്ന് ഞാൻ തുറന്നപ്പോഴാണ് ആ കാഴ്ച ഞാൻ കാണുന്നത്. ഹലോ കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ ഒരു പുതുപുത്തൻ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ, ഇതെൻ്റെ റൂം ആയതുകൊണ്ടാണ് ഇത്രയും അലങ്കോലമായിട്ടിരിക്കുന്നത്. ആൻഡ് ആ പുറയിൽ കാണുന്ന ഗോഗു അത് ഞാൻ വരച്ചതാണ്. ഞാൻ ഒരു കുഞ്ഞ് കലാകാരി കൂടിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് നമുക്ക് പോകാം, ചുമ്മാ ഞാൻ ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ നേരം വൈകുന്നേരം ഞാൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഇന്നപ്പോഴാണ് എനിക്ക് കുറച്ച് പേപ്പറിൻ്റെ ആവശ്യം വേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പെട്ടി തുറക്കാം എന്ന് കരുതുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ തുറന്നിട്ടില്ല. അങ്ങനെ തുറന്നപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത്. അതിനെ വളരെയധികം ഞെട്ടിച്ചു. അപ്പോൾ ഈ കവറിനകത്ത് എന്താണ് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ കവറിനകത്ത് കുറേ സാധനങ്ങൾ എന്തൊക്കെയുണ്ട് പേപ്പർ പോലെ, ആൻഡ് അതിനകത്തും ഒരു കവറിനകത്തുണ്ട്. അപ്പോൾ എന്താണെന്ന് നിങ്ങളെ ഞാൻ ഇത് കാണിച്ചു തരാം. കുറച്ച് പേപ്പർ വേഷനൊക്കെ അതിനകത്ത് ഞാൻ കണ്ടെത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പേപ്പർ എന്നുള്ളത് നമുക്ക് കാണാം. ഈ കണ്ടില്ലേ, ഇത് ഒരു പേപ്പർ തുണ്ടാണ്. ഇത് 2014 പേപ്പർ തുണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. ആ ഇരിക്കുന്നതാണ് ഞാൻ. അതൊരു ഡ്രോയിങ് കോമ്പറ്റീഷന് ഫാത്തിമ മാതാ കോളേജിൽ ഞാൻ പോയതായിരുന്നു 2014. ആദ്യമായിട്ട് ഞാൻ കോളേജിൻ്റെ വരാന്തയിൽ കാല് കുത്തിയത് അപ്പോഴാണ് ഗൈസ്. അതിനുശേഷം നമുക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഗ്രീറ്റിംഗ് കാർഡ് കളക്ഷൻ. വർഷങ്ങളായിട്ട് ഞാൻ അതിനകത്ത് ചൂഴ്ന്ന് പൂട്ടി വെച്ചിരിക്കുക എന്ന് പറയും പോലെ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ കാര്യമേ മറന്നുപോയി, ഇങ്ങനെ ഒരു കളക്ഷൻ ഉള്ള കാര്യം പോലും. ആൻഡ് പണ്ട് കാലങ്ങളിൽ ന്യൂ ഇയർ ആകുമ്പോഴും ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഡിസംബർ വെക്കേഷനൊക്കെ ആയതില്ലേ, ക്രിസ്മസ് വെക്കേഷൻ, ആ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ ഈ സ്കൂൾ ടൈമിൽ സ്കൂൾ പിള്ളേർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നൊരു സാധനമാണ് ഗൈസ് ഈ സാധനം. അതാണ് ഗ്രീറ്റിംഗ് കാർഡ്. അപ്പോൾ പല വെറൈറ്റി, പാട്ട് കേൾക്കുന്നത്, പാട്ട് കേൾക്കാത്തത്, പൊങ്ങുന്നത്, ധാരുന്നത്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ടായിരുന്നു. ആൻഡ് അതിനകത്തൊരു സ്പെഷ്യൽ വണ്ണാണ് കേട്ടോ ഈ ഞാൻ കാണിക്കുന്നത്. ഇത് പാട്ട് കേൾക്കുന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡായിരുന്നു. ആൻഡ് അത് എൻ്റെ അച്ഛൻ്റെ കടയിൽ സ്റ്റാഫായിട്ട് പണ്ട് നിന്നിരുന്ന ഒരു അങ്കിള് പണ്ട് എനിക്ക് ആദ്യമായിട്ട് പോസ്റ്റ് വഴി വരുന്ന ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് കാർഡ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പോസ്റ്റ് കാർഡ് വരുന്നത് അതാണ് ഗൈസ്. അങ്ങനെ അതും പിന്നെ കേക്കും ഒക്കെ അങ്കിൾ കൊടുത്തു വിടായിരുന്നു ക്രിസ്മസ് ആകുമ്പം. ആൻഡ് ഇത് എൻ്റെ ഒരു ചേച്ചി എനിക്ക് തന്നതാണ്, അയച്ചു തന്നതാണ് ഇതേപോലെ തന്നെ എനിക്ക് ചേട്ടനും. ആൻഡ് ഇത് ഒരു സ്പെഷ്യൽ സാധനമാണ്. കാരണം ഈ ഗ്രീറ്റിംഗ് കാർഡ് കൃഷ്ണൻ്റെ ഗ്രീറ്റിംഗ് കാർഡ് ഇന്നേ വരെ ആരും കണ്ടു കാണത്തില്ല. ഓഫ്കോഴ്സ് ഇത് വെറൈറ്റിയാണ്. എൻ്റെ അമ്മ പണ്ട് ഈ ഗ്രീറ്റിംഗ് കാർഡൊക്കെ കൂട്ടുകാർക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അതിനകത്ത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നതാണിത്. ഞാൻ ആർക്കും കൊടുത്തില്ല, കൃഷ്ണനല്ലേ നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. ആൻഡ് ഇത് വേറൊരു വെറൈറ്റിയാണ്. ഈ അടുത്ത ടൈമിൽ ഞാൻ ഇവനെ കണ്ടതേ ഉള്ളൂ. സലാഹ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ പഠിച്ചൊരുത്തൻ എനിക്ക് തന്നതാണ്. അതിൻ്റെ കവർ പോലും ഞാൻ കീറിയിട്ടില്ല ഗൈസ്. ആൻഡ് ഇടയ്ക്ക് മെസ്സേജ് വന്ന ടോൺ നിങ്ങൾ കേട്ട് കാണും. ആൻഡ് അതെൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നതാണ് ഗൈസ്. എനിവേ ഇതും വേറൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. ആൻഡ് ഇതും എൻ്റെ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ആൻഡ് ഇതെനിക്ക് ആർക്കും കൊടുക്കാൻ ഇഷ്ടം തോന്നാഞ്ഞ് ഞാനത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ സ്മാരകമൊക്കെ പണിത് വെക്കുക എന്ന് പറയില്ലേ, ഇതേപോലെ തന്നെ ഗൈസ്. ആൻഡ് ഇതും അതേപോലെ ഒന്നാണ്. പൂവും കായും താജ്മഹൽ എല്ലാം ഉണ്ട് എൻ്റെ ഗ്രീറ്റിംഗ് കാർഡിനകത്ത്, വലുതും ചെറുതും എല്ലാം ഉണ്ട്, എല്ലാ വെറൈറ്റീസും ഉണ്ട്. എനിക്കൊന്ന് ഇപ്പോഴത്തെ കാലത്ത് ഇതുണ്ടല്ലോ, ഇതും കുഞ്ഞതാണ് കേട്ടോ. ഇത് കുഞ്ഞ് ഗ്രീറ്റിംഗ്. ഈ പണ്ടൊക്കെ ഇത് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും കിട്ടിയിരുന്ന ഗ്രീറ്റിംഗ് കാർഡാണ്. ഇതൊക്കെ ഞങ്ങൾ കൂട്ടുകാരികളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അന്ന് കൂട്ടുകാരികൾ, ഇന്ന് എനിക്ക് അറിയത്ത് പോലില്ല, പിള്ളേരുടെയൊക്കെ വിവരങ്ങൾ പോലും ഇല്ല. അപ്പം അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തവരും പിടിച്ചതും ഒക്കെയാണ്. അവരുടെ ഇന്നൊക്കെ നഷ്ടപ്പെട്ട് കാണാം. പക്ഷേ ഇത് ഞാനെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഓരോരുത്തരുടെ പേര് വായിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നെന്ന് പോലും ഞാൻ ഓർക്കുന്നത് ഗൈസ്. ഞാൻ കണ്ടില്ല, ഓരോരോ വെറൈറ്റികളാണ്. ആൻഡ് ഇത് ബെണ്ടൻ്റെ ആണ്. ബെണ്ടൻ ഇപ്പോഴത്തെ പിള്ളേർ കണ്ടിട്ട് പോലും കാണത്തില്ല. നമ്മുടെ 2000s കിഡ്സിനൊക്കെ അറിയാം ബെണ്ടൻ, 90s കിഡ്സിനൊക്കെ അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് ബെണ്ടൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതെൻ്റെ ഒരു കൂട്ടുകാരി തന്നതാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നുള്ളൂ, അവൾ തന്നതാണ്. ആൻഡ് അങ്ങനെ കുറേ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ട്. എനിക്കൊന്നും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ ഗ്രീറ്റിംഗ് കാർഡ്സ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. എല്ലാവരും മറ്റേ സ്റ്റോറി, റീല്, ഇപ്പോൾ ബർത്ത്ഡേ വന്നാൽ പോലെ സ്റ്റോറി ഇടുക, സ്റ്റാറ്റസ് ഇടുക, ഇതാണല്ലോ നമ്മുടെ പതിവ്. ഈവൻ നമ്മളും അങ്ങനെ ആയിപ്പോയി. ആൻഡ് അപ്പോൾ ഈ ഗ്രീറ്റിംഗ് കാർഡ് കളക്ഷനൊക്കെ എനിക്കൊന്ന് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ കുറേ കാണുമായിരിക്കാം. മേ ബി എന്നെപ്പോലെ ഇങ്ങനെ വട്ടുപിടിച്ച സാധനങ്ങൾക്കൊക്കെ കാണുമായിരിക്കും തീർച്ചയായിട്ടും. ആൻഡ് കണ്ടില്ലേ, അതിനകത്ത് എസ്സേ പോലെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡിനകത്ത് എഴുതിയിരുന്നത് വിസ്മയ ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഇത് എൻ്റെ സായി എന്ന് പറഞ്ഞിട്ടാണ്. സായി ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരുത്തൻ്റെ പേരാണ്. പക്ഷേ അല്ല, ഈ സായി എന്ന് പറയുന്നത് എൻ്റെ കൂടെ പണ്ട് സ്കൂളിൽ വരായിരുന്നു. കുറേ കൊച്ചു ആമ്പിള്ളേരുണ്ടായിരുന്നു. അവർ ഞാനുമായിട്ടായിരുന്നു സൈക്കിളിൽ സ്കൂളിൽ പോകുന്നത്. അപ്പം അവന്മാരിൽ ഒരുത്തനാണ് ഈ സായി, ഞങ്ങളുടെ അപ്പുറത്തുള്ളതാണ്. ആൻഡ് അവൻ തന്ന ഗ്രീറ്റിംഗ് കാർഡാണ് അത്. ആൻഡ് ഈ ലവ് ചിഹ്നമൊക്കെ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതെല്ലാം എൻ്റെ പെൺകൂട്ടുകാരികൾ തരുന്നതാണ് കേട്ടോ. ആൻഡ് അയ്യോ, അങ്ങനെയും തെറ്റിദ്ധരിക്കില്ലേ കേട്ടോ.
ആൻഡ് കണ്ടോ ഇങ്ങനെ കുറേ എന്താ പറയുക കുറേ ഉണ്ടായിരുന്നു. ആൻഡ് ഇതും അതേപോലെ ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. ആൻഡ് ഈ ഗ്രീറ്റിംഗ് കാർഡ് വെറൈറ്റിയാണ്. ഇതെനിക്ക് കോളേജിലെത്തി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടും അവസാനമാണെന്ന് പറഞ്ഞൂടെ, എനിക്ക് കിട്ടിയ ഗ്രീറ്റിംഗ് കാർഡാണ് കോളേജ് ലൈഫിൽ. അതിൻ്റെ വലിയ സൈസാണിത്. പക്ഷേ ഇതെനിക്ക് കിട്ടിയത് എൻ്റെ സ്കൂൾ ടൈമിലാണ്. സ്കൂൾ ടൈമിൽ എനിക്ക് കിട്ടിയത് കീറിയൊക്കെ ഇരിക്കുകയാണ്, എന്നാലും ഇത് സ്കൂൾ ടൈമിൽ കിട്ടിയത്. മറ്റേൻ്റെ അത് വലുത്. ആൻഡ് മറ്റേ ആ ചെറുത് തന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് സവിത. ആൻഡ് ഇത് ഞാൻ പറഞ്ഞില്ലേ മുന്നേ സ്കൂളിൽ പോകാൻ നേരത്ത് കുറേ കൊച്ചാമ്പിള്ളേരുണ്ടെന്ന്, എൻ്റെ അനിയനെ പോലെ ആയിരുന്നു അവന്മാരൊക്കെ. അപ്പോൾ അതിലൊരുത്തനാണ് ഇപ്പം ഞാൻ മുന്നേ കാണിച്ച ആ ഗ്രീറ്റിംഗ് കാർഡ് തന്നത്, ആ മോഹിനിയാട്ടത്തിൻ്റെയൊക്കെ പടമുള്ളത്. ആൻഡ് ഇത് കണ്ടില്ലേ മിക്കി മൗസ്. എൻ്റെ ഡ്രസ്സ് മിക്കി മൗസ് ആണ് ഗൈസ്, എൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. അതും കൂടെ ഒരു പരസ്യമായി നിൽക്കുക. ഓക്കെ, എനിവേ അങ്ങനെ കുറേ കുഞ്ഞും വെറൈറ്റികൾ ഗ്രീറ്റിംഗ് കാർഡ് പല വെറൈറ്റീസ് എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നിയത്. എൻ്റെ സാധനം മീൻസ് എൻ്റെ ഒരു കളക്ഷൻ ആണോ എന്ന് പോലും എനിക്ക് ഡൗട്ട് തോന്നി ഗൈസ്. ആൻഡ് ചെറുതും വലുതും പല വെറൈറ്റി. ഈ വെറൈറ്റി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തുറക്കുമ്പം വേറൊരു രീതിയിലൊക്കെ തുറന്നു വരുന്നു ഗൈസ്. എനിവേ അങ്ങനെ ഒരു കിൻഡലും മല ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞു. ആൻഡ് ഇതും ഒരു മിക്കി മൗസ് ആണ്. ആൻഡ് ഇതും പക്ഷേ അതിനകത്തൊന്നും എഴുതിയിട്ടില്ലായിരുന്നു കേട്ടോ. ആൻഡ് ഇതൊരു ഫ്ലവറാണ്. അതും എൻ്റെ ട്യൂഷനൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് കൂടുന്നത്. ആൻഡ് ലാസ്റ്റ് വെള്ളരിപ്രാവ്. അങ്ങനെ വെള്ളരിപ്രാവ് സമാധാനം എന്ന പോലെ തീർക്കുന്നത്. അതിനകത്ത് ഫുൾ കംപ്ലീറ്റഡ് പോലും അല്ല അതിനകത്ത് എഴുതിയേക്കുന്നതൊക്കെ. എനിവേ അത് കംപ്ലീറ്റഡ് അല്ലെങ്കിലും നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ കളക്ഷൻ എല്ലാം ഞാൻ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതേപോലെയൊക്കെ കളക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റും ചെയ്യണം. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.